ഹായ് എവ്രിവൺ, ഇന്ന് ഞാനിവിടെ മീൻ തലക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം. ഇത് നമുക്ക് നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 10-20 കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും കൂടെ നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നല്ലതായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ ചോപ്പ് ചെയ്ത് വച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് നമുക്കിത് സോട്ടേ ചെയ്തെടുക്കണം. ഇത് സോട്ടേ ആവുന്ന നേരത്ത് നമുക്ക് വേണ്ട പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കറിക്ക് വേണ്ടിയുള്ള പുളിയും കൂടെ നമുക്ക് എടുക്കണം. അപ്പം ആവശ്യത്തിന് പുളി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് സോട്ടേ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൗഡർ എല്ലാം കൂടെ, സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് തക്കാളിയും 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ, അതുപോലെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം. തക്കാളി നല്ല സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു 2 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളിയും പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കണം. അതിന് മുമ്പേ ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തല പീസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സിംഗിൾ തലയായിട്ടല്ല, തല പീസാക്കിയാണ് ഇവിടെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് കുറച്ച് വെക്കണം. എന്നിട്ട് ഇതിനെ ഒരു 15-20 മിനിറ്റത്തേക്ക് വേവാൻ വേണ്ടി മാറ്റി വെക്കുക. 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടി ഇത് നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, സ്പൈസി ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ തലക്കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം. ബൈ, ടേക്ക് കെയർ.